സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും തുടരുന്നത്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്നു. വൈദ്യുത ബന്ധം തകരാറിലാകുന്നു. നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കൂടുതലായി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ആതിര. അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് തുടരുക തന്നെ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസവുമൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിലും രാത്രി സമയങ്ങളിൽ ഉണ്ടാവുകയും പല നാശനഷ്ടങ്ങളും മഴ കാരണമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിന്റെയൊക്കെ ഇരുവശത്തു നിന്ന് മരം കടപുഴകി വീണ് കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും ഗതാഗത തടസ്സം നേരിട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല വീടുകളും ഈ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പങ്കുവച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഴ അതിശക്തമായിട്ട് സംസ്ഥാനത്ത് തുടരുകയാണ്. അതീവ ജാഗ്രത വേണം എല്ലാവരും എന്നുള്ള കാര്യം സർക്കാർ തന്നെ അറിയിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിലവിൽ 3 ജില്ലകൾക്ക് മാത്രമാണ് അതിതീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഓരോ മണിക്കൂറിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടം എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മലയോര മേഖലകളിൽ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തീരദേശവാസികൾക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ഒരുപോലെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കേരള കർണാടക തീരത്ത് ജൂൺ 1 വരെയും ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 2 വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യത ഇതിനോടകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം. അതുകൊണ്ട് തന്നെ തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തീരദേശവാസികളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം. ഇപ്പോൾ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല ഏതൊക്കെയാണ് എന്നുള്ളത് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ബന്ധുവീടുകളിലോ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ഉടൻ തന്നെ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം പങ്കുവച്ചിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ആരും അത്തരത്തിൽ മാറാത്തൊരു സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തിന് മുകളിൽ ശക്തമാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നതിനോടനുസരിച്ച് തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ കാറ്റ് അതിശക്തമാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പല നാശനഷ്ടങ്ങളും ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിനെയും കൂടി കരുതണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു ജാഗ്രത പൊതുജനം പാലിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും അത് കരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കരയിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും അത് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിന്റെ സ്വാധീന ഫലമായിട്ട് അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്നുള്ള മുന്നറിയിപ്പ് തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും
സർക്കാർ വൃത്തങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് ഇപ്പോൾ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു പ്രളയ സാധ്യത ഇതിനോടകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴയെ കരുതിയിരിക്കണം, എല്ലാവിധ മുന്നറിയിപ്പുകളും കൃത്യമായിട്ട് അനുസരിക്കണം, ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ 59 ക്യാമ്പുകൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ക്യാമ്പുകളിലായിട്ട് 1299 പേർ നിലവിൽ കഴിയുന്നുണ്ട്. ഇനി ഇതല്ല, ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ അധികൃതരെ ബന്ധപ്പെടുകയും ക്യാമ്പുകൾ തുടങ്ങേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ക്യാമ്പുകൾ തുടങ്ങിയ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ അപകട മേഖലാ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ എത്രയും വേഗം ആ ക്യാമ്പുകളിലേക്ക് മാറണം. അതല്ല എങ്കിൽ മറ്റ് ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനുള്ള ഒരു അറിയിപ്പ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുവരെ 3 ജില്ലകൾക്ക് മാത്രമാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഒരുപോലെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയോര മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ പുഴകളുടെ സമീപമൊക്കെ താമസിക്കുന്നവർ അത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. കാരണം മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ ഈ പുഴയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് പറയാനുള്ളത്. വരും മണിക്കൂറിലും അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനത്താൽ അതിശക്തമായിട്ടുള്ള കാറ്റും ഈ മഴയോടൊപ്പം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ആതിര. സൂര്യഗായത്രി, മഴക്കെടുതിയിലാണ് കേരളം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു, അതുപോലെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്നു. തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന 59 ക്യാമ്പുകളിൽ തിരുവനന്തപുരത്തും ക്യാമ്പുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ക്യാമ്പുകൾ തുടങ്ങാനും മറ്റ് തുടർ നടപടികൾ നീക്കാനുമുള്ള നിർദ്ദേശങ്ങൾ എല്ലാ അധികൃതർക്കും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിറ്റിക്കകത്ത് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലും പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ അത്തരത്തിൽ കൺട്രോൾ റൂം ആരംഭിക്കുകയും ആ നമ്പറുകൾ പൊതുജനത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ത് സാഹചര്യം ഉണ്ടായാലും ഉടനടി തന്നെ അടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പൂർണ്ണ സജ്ജമാകണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. മറ്റൊന്ന്, ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാലും അവിടേക്ക് മാറി തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശം പൊതുജനത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാലവർഷം തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ അതിശക്തമായിട്ടുള്ള കാറ്റിൽ പല നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ വഴിവക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നു, ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. അതിൽ ഈ KSEBയുടെ ലൈനുകളിൽ ഉൾപ്പെടെയാണ് ഈ മരം വന്നു വീഴുന്നത്. അങ്ങനെ വൈദ്യുത തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും രാത്രി പെയ്ത അതിശക്തമായിട്ടുള്ള മഴയിൽ പല സ്ഥലങ്ങളിലും, അത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഉൾപ്പെടെ നിന്നിരുന്ന മരം അത്തരത്തിൽ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KSEB ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഇതിനോടകം തങ്ങൾക്ക് സംഭവിച്ചത് എന്ന അറിയിപ്പ് നൽകുകയും ജനങ്ങൾ ഈ വൈദ്യുത ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ KSEBയോടൊപ്പം നിൽക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അത് കുറച്ച് സമയം അത് പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും KSEB ഓഫീസുകളിലേക്ക് നേരിട്ട് പൊതുജനം എത്തുകയും വലിയ പ്രതിഷേധം നടത്തുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. KSEB ഓഫീസുകളിൽ വിളിച്ച്
അനാവശ്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പൊതുജനം KSEBയോട് സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ മഴയെക്കാളും ശക്തമായിട്ടുള്ള കാറ്റ് പല സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. അത് ജില്ലയിലും അതിന്റെ പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാറ്റിനെയും കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് പ്രത്യേകം തന്നെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് ഈ മഴ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി സമയമാണ് അതിതീവ്രമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും കറണ്ട് പോവുകയും മരമൊക്കെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി രാത്രി സഞ്ചാരം ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതിപ്പോൾ തീരദേശ മേഖലകളിലേക്ക് വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ളവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കും അത്തരത്തിൽ വിനോദസഞ്ചാരത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ സാധാരണ റോഡിലൂടെ അല്ലെങ്കിൽ ഈ പൊതു സ്ഥലങ്ങളിലൂടെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി സഞ്ചരിക്കരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശം പൊതുജനം പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ഇപ്പോഴും കേരള തീരത്ത് വന്ന് അടിയുന്ന സാഹചര്യമുണ്ട്. ആ മുന്നറിയിപ്പ് കൂടി തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ആശ്വാസം എന്നോണം ബാധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് അല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. വലിയ അപകടമാണ്. കാരണം ഈ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ വലിയ തിരമാലകൾ, പ്രതീക്ഷിക്കുന്നതിലും വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുള്ള മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കടലിനുള്ളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഈ മണ്ണിടിച്ചിൽ, ഈ കുന്നുകളുടെ ഒക്കെ അടിവാരങ്ങളിൽ സമീപം താമസിക്കുന്നവർക്കും പുഴകളുടെ ഒക്കെ സമീപം താമസിക്കുന്നവർക്കും അതുപോലെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അന്തരീക്ഷമൊക്കെ മാറി മഴയ്ക്കുള്ള ഒരു കോള് ജില്ലയിൽ വരുന്നുണ്ട്. അത് എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം വരും മണിക്കൂറിൽ എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം പൊതുജനം. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം. മഴയെയും കാറ്റിനെയും ഇടിമിന്നലിനെയും ഒക്കെ കരുതിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ജാഗ്രത മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൊതുജനം സ്വീകരിക്കണം. കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ അത് അറിയുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ശരി, സൂര്യഗായത്രി, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.